നമസ്കാരം സുഹൃത്തുക്കളെ. യുദ്ധം അങ്ങനെ രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. കേരള മാപ്രകൾ അങ്ങനെ 15-ാം തവണ നെത്തിൻയാഹുവിനെ കൊന്നിരിക്കുന്നു. നെത്തിൻയാഹു വധിക്കപ്പെട്ടു. കാൺമാനില്ല. സെക്യൂരിറ്റി മീറ്റിംഗിൽ വന്നിട്ടില്ല. അമേരിക്കൻ ഉപദേഷ്ടാവ് സ്റ്റീവ് എൻവോയുള്ള മീറ്റിംഗ് ക്യാൻസൽ ആക്കിയിരിക്കുന്നു. AI ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വരുന്നു. 6 വിരൽ 10 വിരൽ എന്ന് പറഞ്ഞുകൊണ്ട് പലരും ആറാടുകയാണ് മലയാള മാധ്യമങ്ങളിൽ. തൽക്കാലത്തേക്ക് കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ നിന്ന് വരുമാനം പ്രതീക്ഷിച്ച് കേരള മാപ്രകള് തെറ്റിദ്ധരിപ്പിക്കുകയാണോ? നെത്യുന്യാഹുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥ സംഭവം? ഒരു കാര്യം ആദ്യമേ പറയട്ടെ, നെത്യന്യാഹു കൊല്ലപ്പെടുമോ? തീർച്ചയായിട്ടും അദ്ദേഹം കൊല്ലപ്പെടാം. ഇത് യുദ്ധഭൂമിയാണ്. ഒന്നിനും ഒരു ഗ്യാരണ്ടിയും ഇല്ല. ആരുടെ ജീവനും എന്റെ ജീവനും നിങ്ങളുടെ ജീവനും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെത്യന്യാഹു ഇമ്മ്യൂൺ അല്ല, എന്തും സംഭവിക്കാം. അദ്ദേഹത്തെ ഒരുപക്ഷെ ബലിസ്റ്റിക് മിസൈൽ വന്ന് മരിച്ചിരിക്കാം. അദ്ദേഹം മരിക്കപ്പെടാതിരിക്കാൻ സാധ്യത കാണുന്നില്ല. തീർച്ചയായിട്ടും അതെന്തും സംഭവിക്കാം. ഇവിടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, നെത്തന്യാഹു മരിച്ചാൽ ഇസ്രായേലിന് അത് മറച്ചു വെക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും മറച്ചു വെക്കാൻ സാധിക്കില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്. ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മറച്ചു വെച്ചാൽ പോലും അവർക്ക് അടുത്ത നേതാവിനെ തിരഞ്ഞെടുത്തേ പറ്റൂ. കാരണം പ്രധാനമന്ത്രിയാണ്, മറച്ചു വെക്കാൻ സാധിക്കില്ല ഒരു കാരണവശാലും. അതുകൊണ്ട് തന്നെ നെത്തിനാഹുർ ഒരാഴ്ചയോളമായി മിസ്സിംഗ് ആണ് എന്ന് മാപ്രകൾ പറയുന്നു. ഒരാഴ്ചയായി മിസ്സിംഗ് ആണെങ്കിൽ, അദ്ദേഹം മരിച്ചിരുന്നെങ്കിൽ ഈ നിമിഷം തന്നെ ഇസ്രായേലും അടുത്ത ആളെ തിരഞ്ഞെടുത്തതിന്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നെത്തന്യാഹു എന്ന് പറയുന്നത് ഒരു വ്യക്തി, അദ്ദേഹം ഒരു പൊസിഷൻ, അത് പ്രധാനമന്ത്രി മാത്രമാണ്. ആ പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ സ്വന്തം തീരുമാനം അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യ പറയുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള ആളല്ല. ഒരു സെക്യൂരിറ്റി കൗൺസിൽ, ഒരു ക്യാബിനറ്റ് കമ്മിറ്റി പറയുന്ന നടപടികൾ, തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള പൊസിഷൻ മാത്രമാണ് നെത്തന്യാഹു എന്ന് പറയുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടാൽ ആ ചുമതല നിർവഹിക്കാൻ അടുത്ത നിമിഷം തന്നെ അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ അടുത്ത ഒരാളെ അവിടെ ഏൽപ്പിച്ചിരിക്കും. അതുകൊണ്ട് എന്താ പറയുക, നെത്തന്യാഹു എന്ന് പറയുന്ന കൊല്ലപ്പെട്ടത് കൊണ്ട് ഇസ്രായേലിന്റെ വിശാല സ്വപ്നം നിർത്തലാക്കാൻ പോകും, അല്ലെങ്കിൽ ഇസ്രായേൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മാപ്രകളോട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നുമക്കളെ, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല, അത് ഹിസ്റ്ററിയാണ്. അതൊരു ഒരു ഒരു വർഷങ്ങളോളം, 2000-ഓളം വർഷങ്ങളായി എഴുതി ചേർത്തിരിക്കുന്ന ഒരു ചരിത്രമാണ്. അതിന്റെ ഒരു ഏട് മാത്രമാണ് നെത്തന്യാഹു എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചാലും അവരുടെ വിശാല സ്വപ്നം, ഞാൻ അവരെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതുപോലുള്ള ഈ പറഞ്ഞ പ്രൊപ്പഗണ്ടയിൽ വിശ്വസിച്ചുകൊണ്ട് വെറുതെ യൂട്യൂബ് വീഡിയോസ് കണ്ട് കമന്റ് ഇട്ട് വെറുതെ അമേരിക്കക്കാർ കാശുണ്ടായി കൊടുക്കല്ലേ. ഇതെന്ന് പറയുന്ന, നെത്തന്യാഹു മരിച്ചാൽ ആ നിമിഷം അവർ അടുത്ത ആളെ പ്രതിഷ്ഠിക്കും. എന്താണോ അവർക്ക് അവന്റെ ചുമതല എന്ന് പറയുന്നത്, ക്യാബിനറ്റ് കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കി കൊണ്ടുവരുന്നതായിരിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, നെത്തന്യാഹു വന്നാൽ ഇനി വരാൻ പോകുന്നവൻ ആരായിരിക്കും? എൻ്റെ അറിവില്, അതായത് ഞാൻ കേട്ട അല്പം ഈ ഇസ്രായേലിലെ പാർലമെന്റിന്റെ ചില ന്യൂസുകളും അല്ലെങ്കിൽ അവർ ഡിബേറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അവിടെ ഉള്ളതിൽ വെച്ച് അല്പം മയമുള്ളവനാണ് ഈ പറഞ്ഞ നെത്തന്യാഹു. അതിനെ പറഞ്ഞാൽ, നമ്മൾ കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടെന്ന് പറയുന്ന പോലെയാണ്. ഇനി വരാൻ പോകുന്നവൻ ആരായിരിക്കും എന്ന് എന്താ അറിവോ ഉള്ളത്? ഒരുപക്ഷെ നെത്തന്യാഹു അല്പം ഒരു ലിബറലാണ്, ഒരു മയമുള്ളവനാണ്. പക്ഷെ അവിടെ പുറകിൽ വരാൻ പോകുന്നവര് ഇതിനും കഷ്ടമുള്ളവരാണെങ്കിൽ ആ നിമിഷം നിങ്ങൾ ആലോചിക്കും, അയ്യോ ഈ മനുഷ്യൻ മതിയായിരുന്നല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ട് മരണം ആർക്കും സംഭവിക്കാം. നെത്തന്യാഹു മരണപ്പെട്ടോ ജീവിച്ചിരിപ്പെട്ടോ എനിക്കറിയില്ല, ഞാനത് പ്രൊഡിക്ട് ചെയ്യാൻ ഒരു വ്യക്തിയല്ല. പക്ഷേ മരണപ്പെട്ടാൽ അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്തി അവർ പ്രതിഷ്ഠിക്കും. അവർ വിശാല ഇസ്രായേൽ എന്നുള്ള ചരിത്രം അവർ ആവർത്തിക്കാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന വ്യക്തി ഒരുപക്ഷെ ഇതിലും അപ്പുറമായിരിക്കും. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് 10,000-3000-ഓളം പട്ടാളക്കാരെ മാറ്റിയിരിക്കുന്നു. കാർഗൈലിന് പിടിച്ചെടുക്കും എന്ന് പറയുന്നു. ട്രംപ് അമേരിക്കയുടെ, അതായത് നാറ്റോ അലയൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ അവിടെയുള്ള ഈ മറ്റേ സ്റ്റേറ്റ് ഹോർമുസ് പിടിച്ചെടുക്കാനായിട്ട്. യുദ്ധം പല വഴിക്കും പോവുകയാണ്. ഇരുകൂട്ടരും വിട്ടുകൊടുക്കുന്നില്ല. എൻ്റെ അറിവിൽ, എൻ്റെ നിഗമന പ്രകാരം ഇത് കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആസ് ലോങ് ആസ് ഇറാന്റെ സ്റ്റോക്ക് തീരുന്നത് വരെ, അല്ലെങ്കിൽ അമേരിക്ക അവരുടെ ലോഞ്ചറുകൾ തകർക്കുന്നവരെ ഒരു പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അശാന്തിയുടെ ദിനങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ
ഇനിയും പുറത്തു വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ കണ്ടതാണ്, ഇന്ന് നെത്തിന്യാഹു അവിടെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു കോഫി വാങ്ങാൻ പോകുന്നു. അതുപോലും AI എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നു. ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ കണ്ടുകൊണ്ട് ദിവാസ്വപ്നം കാണാൻ നിങ്ങളോട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നുമക്കളെ, ഇതൊന്നും വീണ് നിങ്ങൾ പോകല്ലേ. അവൻ മരിച്ചാൽ, നെത്തന്യാഹു മരിച്ചാൽ ആ നിമിഷം ആ രാജ്യം നിങ്ങൾ അറിയിക്കും. നിങ്ങൾക്കത് വേണം, എന്ത് വേണമെങ്കിലും ചെയ്യാം അത് കഴിഞ്ഞവരെ. അല്ല ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ കണ്ടുകൊണ്ട് വെറുതെ ദിവാസ്വപ്നം കാണല്ലേ. പിന്നെ ദിവാസ്വപ്നം കാണാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പണമൊന്നും കൊടുക്കേണ്ട, ആർക്കും കാണാം.